നമസ്കാരം. വേദത്തിൻ്റെ കണ്ണ് എന്ന ശാസ്ത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ജ്യോതിഷം. ഒരു മനുഷ്യൻ്റെ ഒരു ദിനം തുടങ്ങുന്നത് മുതലുള്ള ഗുണദോഷ സമ്മിശ്രങ്ങളായിട്ടുള്ള ഫലങ്ങളും ആയുസ് എവിടം വരെയാണോ അതുവരെയുള്ള പ്രതിസന്ധികളുമൊക്കെ പ്രശ്നങ്ങളുമൊക്കെ തരണം ചെയ്യുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ജ്യോതിഷത്തിലാണ്. പക്ഷേ ആ ജ്യോതിഷ രംഗത്ത് ഏറെ പ്രശസ്തരായ വ്യക്തികളുണ്ടെങ്കിൽ മാത്രമേ അതിന് ശാശ്വതമായ പരിഹാരങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കൂ. അത്തരത്തിൽ ഏറെ പ്രശസ്തനായ ജ്യോതിഷ രംഗത്ത് ഏറെ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന് ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. കോട്ടയം ജില്ലയിലെ കൊല്ലാടുള്ള ശിവശക്തി ജ്യോതിഷാലയം ജ്യോതിഷ ഭൂഷണാണ്, അതേപോലെ തന്നെ പ്രശ്നഭൂഷണാണ് അദ്ദേഹം, ബിനു കോയിക്കൽ. അപ്പോൾ ജ്യോതിഷത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. നമ്മുടെ കോട്ടയം ജില്ലയിലെ കൊല്ലാട് ശിവശക്തി ജ്യോതിഷാലയത്തിലെ ഏറെ പ്രശസ്തനായ ജ്യോതിഷി ബിനു കോയിക്കൽ തിരുമേനിയോടൊപ്പമാണ് ഞാനുള്ളത്. തിരുമേനി നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നു അല്ലേ? സുഖമായിരിക്കുന്നു. ശരിക്കും ഇങ്ങനെ കൃത്യതയോടെ ഈ ഫലങ്ങളൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു? ജ്യോതിഷം എന്ന് പറയുന്നത് 12 രാശികളും 9 ഗ്രഹങ്ങളും കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അവ കൃത്യതയോടുകൂടി നല്ല ഒരു ഗുരു സമക്ഷം ഇരുന്ന് പഠിച്ചാൽ തീർച്ചയായും കൃത്യമായ ഫലങ്ങൾ പറയുവാനായിട്ട് സാധിക്കും. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വളരെ കൃത്യതയോടുകൂടി തന്നെ ഈ ജാതകത്തിലെ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ആ സമയത്ത് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നുവോ അതനുസരിച്ചായിരിക്കും അയാളുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതചക്രം മുഴുവനും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സകല കാര്യങ്ങളും അതിൽ നിന്നും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ 12 രാശികൾ വളരെ കൃത്യമായിരിക്കും. ജനന സമയം കൃത്യമാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ 100% കൃത്യമായിരിക്കും. ശരി. അതിന് ശരിക്കും നല്ലൊരു ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് ഗുരുത്വത്തോടു കൂടി ഇരുന്ന് പഠിക്കണം എന്നുള്ളതാണ്. ഇതിനും ഗുരുത്വം അത്യാവശ്യമാണല്ലോ. ശരി. അപ്പോൾ ശരിക്കും എവിടെ നിന്നാണ് ഈ ജ്യോതിഷം പഠിച്ചത്? ജ്യോതിഷം പഠിച്ചത് എന്ന് പറയുന്നത് ആദ്യ സമയത്ത്, അതായത് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അച്ഛന് ഇതിനെക്കുറിച്ച് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിന് മുമ്പുള്ളവർക്കൊന്നും അങ്ങനെ അറിഞ്ഞുകൂടാ. പക്ഷേ അച്ഛൻ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. അച്ഛൻ സംസ്കൃതത്തിലുമൊക്കെ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ഇതിൻ്റെ കാര്യങ്ങൾ നല്ലതുപോലെ അറിയാമായിരുന്നു. അതിൻ്റെ ആദ്യ പാഠങ്ങൾ അച്ഛനാണ് പഠിപ്പിച്ചത്. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ, അതായത് നവരത്നങ്ങൾ, അതായത് മാണിക്യം, മുത്ത്, പവിഴം, ഇന്ദ്രനീലം, വൈഢൂര്യം, ഇങ്ങനെ ഉള്ള 9 രത്നങ്ങൾ. ഈ രത്നങ്ങൾക്കെല്ലാം ജ്യോതിഷത്തിൽ പ്രാധാന്യമുണ്ട്. ശരി. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിക്കും. നവരത്നങ്ങൾ, വിക്രമാദിത്യ ചക്രവർത്തിയുടെ സദസ്സിൽ 9 ശ്രേഷ്ഠരായ കവികളുണ്ടായിരുന്നു. അതെ അതെ അതെ. ആ കവികളെക്കുറിച്ച് പദ്യരൂപേണ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ധന്വന്തരി ക്ഷവണകാമര സിംഹ ശംഖു, ആ ഒരു പദ്യം വളരെ വിശദമായി കുട്ടിക്കാലത്ത് പഠിച്ചതാണ്. ആ കുട്ടിക്കാലത്ത് പഠിച്ചതിന് പ്രകാരം, ആ കുട്ടിക്കാലത്ത് പഠിക്കുന്നതാണല്ലോ എന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത്. അപ്പോൾ അത് പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിനകത്തൊരു പ്രധാനപ്പെട്ട ആളുണ്ട്,
ജ്ഞാതോ വരാഹമിഹിര വരരുചിയാദി എന്ന് പറയുമ്പോൾ അത് ജ്ഞാതോ വരാഹമിഹിരൻ എന്ന് പറയുന്ന ജ്ഞാതനായ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരാൾ അതിനകത്തുണ്ട് എന്ന് പറയുന്നു. ആ വരാഹമിഹിരനാണ് ജ്യോതിശാസ്ത്രത്തിലെ ഹോരാ ഗ്രന്ഥം എഴുതിയത്. വരാഹഹോര എന്ന് പറയുന്നത് ഹോര എഴുതിയ 18 ഹോരകളുണ്ട്. അതിലൊരു ഹോര അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനമാണത്. വളരെ വളരെ ഏറ്റവും അടിസ്ഥാനം. അതായത് സാധാരണക്കാരായ ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോലുള്ള ജ്യോതിഷം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് വരാഹ ഹോര. അത് അദ്ദേഹം എഴുതിയതാണ്. 383 ശ്ലോകങ്ങളിലൂടെ അത് നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഒരു മനുഷ്യൻ്റെ സകല ജീവിത കാര്യങ്ങളും അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അത് അങ്ങനെ അച്ഛൻ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചു. അച്ഛനാണ് ആദ്യ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ രാശിയിൽ പറയുന്ന മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, ഇങ്ങനെ 12 രാശികൾ, 12 മാസങ്ങൾ, 12 രാശികൾ അത് പഠിപ്പിച്ചു തന്നു. പിന്നെ അശ്വതി, ഭരണി, കാർത്തിക എന്ന് പറയുന്ന 27 നക്ഷത്രങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ തുടക്കകാലം മുഴുവനും ഇങ്ങനെ പഠിപ്പിച്ചു. പിന്നീട് വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമൊക്കെയായി ഉയർന്ന തലങ്ങളിലേക്ക് പോയപ്പോൾ ഇതിൽ നിന്നൊക്കെ പതുക്കെ വിട്ടുമാറിപ്പോയി എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് പിന്നീട് എനിക്കത് പഠിക്കുവാനായിട്ട് പറ്റിയില്ല. പക്ഷേ അതിനുശേഷം എനിക്ക് വളരെ നല്ലൊരു ഗുരുനാഥനെ ലഭിച്ചു എന്നുള്ളത് അതും ഒരു നമ്മുടെ അനുഗ്രഹമാണ്. ശരി. അങ്ങനെ ഏതാണ്ട് 22 വർഷത്തോളം പഴക്കമുള്ള ജ്യോതിഷ പ്രചാരസഭയിൽ പോയി പഠിക്കുവാനായിട്ട് സാധിച്ചു. അവിടുത്തെ അധ്യാപകൻ ജ്യോതിഷ ശിരോമണി PK ബാബു സാർ. ഇതുപോലൊരു ഗുരുനാഥനെ കിട്ടിയതാണ് എനിക്ക് ഈ നിലയിൽ ഇന്ന് ഇവിടെ ഇരിക്കാൻ സാധിച്ചത് എന്ന് വേണം പറയാം. കാരണം അദ്ദേഹം വളരെ എളുപ്പത്തിൽ ഇപ്പോൾ വരാഹഹോര എന്ന് പറയുന്ന ശാസ്ത്രം പഠിക്കണമെങ്കിൽ ശരിയായ രീതിയിൽ അതിന് ജീവിതം ഒഴിഞ്ഞു വെക്കണം. അത്രയും സമയമൊന്നും ഈ കുടുംബ ജീവിതത്തിനിടയ്ക്ക് അന്നത്തെ കാലത്ത് എനിക്ക് പറ്റിയില്ല. പക്ഷേ അത് ഏറ്റവും ലളിതമായ രീതിയിൽ ആ ശ്ലോകങ്ങളല്ലാതെ അതിൻ്റെ സത്ത് എടുത്ത് പറഞ്ഞു തന്ന അദ്ദേഹം, അതാണ് എൻ്റെ യഥാർത്ഥ ഗുരുനാഥൻ എന്ന ജ്യോതിഷ ഗുരു. അദ്ദേഹം ഏതാണ്ട് കേരളം ഒട്ടുക്ക് പഠിപ്പിക്കുന്നുണ്ട്. 2400-ൽ പരം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ എനിക്ക് പഠിക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ നല്ലൊരു സാധ്യത. ഈ ലോകത്തേക്ക് ഒന്ന് തുറന്ന് ഇറങ്ങാനായിട്ട് സാധിച്ചത് അങ്ങനെ തന്നെയാണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കൂടെയുള്ളവർക്ക് വരെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കഴിവുള്ള ഒരു വ്യക്തിയാക്കി തീർത്തു അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. കാരണം കൂടെയുള്ള ആൾക്കാരെ മനസ്സിലാകാതിരിക്കുന്നവരെ മോനെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ കൂടുതൽ പഠിക്കാൻ പറ്റുമല്ലോ. ഒരാളെ പഠിക്കുന്നതോടൊപ്പം പഠിപ്പിക്കുമ്പോൾ ചെയ്താൽ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ഗ്രാഹ്യം ഉണ്ടാവും. അങ്ങനെ നല്ല രീതിയിൽ പഠിക്കുവാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം, അതായത് എപ്പോഴും ഒരു ഗുരുത്വം എന്ന് പറയുന്ന കാര്യം വേണം. അത് വലിയ കാര്യമാണ്, സത്യമാണ്. അപ്പോൾ ആ ഗുരുത്വം, അതായത് ഗുരുനാഥനെ മറന്നിട്ട് ഇന്നുവരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. സത്യം. അദ്ദേഹം ഏതൊരു കാര്യം ഇപ്പോഴും മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഞങ്ങളിപ്പം പറഞ്ഞ ഈ കാര്യം ഇപ്പോഴത്തെ ഈ പുതു തലമുറ കേൾക്കേണ്ട കാര്യമാണ്. കാര്യം ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ ഈ ഗുരുത്വം എന്ന വാക്ക് പലരും, എല്ലാവരെയും അല്ല പറയുന്നത്, വിട്ടുപോവുകയാണ്. ഏത് കാര്യത്തിനും ഗുരുത്വം എന്ന വാക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതാണ്. അങ്ങനെ ഓർമ്മപ്പെടുത്തലിന് പ്രത്യേകം നന്ദി. ഗുരുത്വമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാവും, ജീവിത വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അതാണ്. ഗുരുത്വമില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ഇപ്പം ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരാളിൻ്റെ ഭാവിയെക്കുറിച്ചും മറ്റും പറയുന്ന കാര്യമാണല്ലോ. അത് ഗുരുത്വമില്ലാത്ത ഒരാളാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം പറയുന്നത് നേർ വിപരീതമായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്നും പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് എല്ലാ ദിവസവും ഇവിടെ ഇരുന്ന് ഇതിനെക്കുറിച്ച് ആൾക്കാർ വരുമ്പോൾ നോക്കുന്നത്. ശരി. പിന്നീട് അദ്ദേഹം വളരെ എളുപ്പത്തിൽ ഇത് പഠിപ്പിച്ചു തന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജീവിതകാലം മുഴുവൻ അഭ്യസിച്ചാൽ പഠിച്ചു തീരാത്ത ഒന്നാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൽ കടന്നു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യം പ്രത്യേകിച്ചുണ്ട് എങ്കിൽ തന്നെ അദ്ദേഹം എന്നെ വിളിക്കും. മോനെ എന്നാണ് എപ്പോഴും വിളിക്കുന്നത് പോലും. മോനെ ഇന്ന സ്ഥലത്ത്, പല ആൾക്കാരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട് അദ്ദേഹം തന്നെ, ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടോളാൻ പറഞ്ഞു. അദ്ദേഹം നോക്കാറില്ല, അദ്ദേഹം പഠിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ നോക്കുകയൊന്നും ചെയ്യില്ല. അദ്ദേഹം പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ
പല ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മോനെ അതൊന്ന് പോയി അവിടെ ഒന്ന് ചെന്ന് നോക്കണം എന്ന് പറഞ്ഞ് പലയിടത്തും വിട്ടു. അദ്ദേഹത്തിന് ശിഷ്യനുള്ള വിശ്വാസമാണ് തീർച്ചയായും. അദ്ദേഹത്തിന് നല്ല എന്നിലൊരു കുറച്ച് വിശ്വാസമുണ്ട് എന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ പോയി അതിനെക്കുറിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കണം എന്ന് ഒരുപാട് ആഗ്രഹം തോന്നി. അപ്പോൾ എന്നോട് ബാബു സാറ് പറഞ്ഞു, മോനെ അത് അത്ര എളുപ്പമല്ല പഠിക്കുക എന്ന് പറയുന്നത്, അത് ശ്ലോകങ്ങളാണ്, അത് മുഴുവനും പഠിച്ചെടുക്കാനായിട്ട് മോൻ്റെ കൊച്ചുകുട്ടിയാണെങ്കിൽ സാധിക്കും, പ്രായമൊക്കെ ഇത്രയൊക്കെ ആയി, അപ്പോൾ അത് സാധിക്കാൻ അല്പം പ്രയാസമാണ്, സാധിക്കുമെങ്കിൽ മോൻ അതിന് തയ്യാറായിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പകുതി മനസ്സോടുകൂടി ഒരു സമ്മതം എനിക്ക് തന്നു. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് പല ആൾക്കാരുടെ അടുത്ത് ഒന്ന് അന്വേഷിച്ചു. പക്ഷേ അതിന് പറ്റുന്ന ഒരാളെ കണ്ടെത്താൻ കുറേ നാൾ പരിശ്രമിച്ച് എനിക്ക് അതിനും നല്ല ഒരു ഗുരുനാഥനെ കിട്ടി. അത്തിമറ്റം പ്രദീപൻ നമ്പൂതിരി എന്ന് പറയുന്ന, ഇന്ന് കേരളത്തിലും പുറത്തും എല്ലാം വളരെ നല്ല രീതിയിൽ അഷ്ടമംഗല ദേവപ്രശ്നം കൈകാര്യം ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരു ബ്രഹ്മചാരിയാണ്. വളരെ നല്ല രീതിയിൽ അദ്ദേഹം ആത്മാർത്ഥമായി ഈ ശ്ലോകങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. ചുമ്മാതിരിക്കാറില്ല. അഷ്ടമംഗല ദേവപ്രശ്നമുണ്ട്, അതിന് പോയാൽ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരാളിനെ കണ്ടെത്താൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ അടുക്കലും ഈ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതം മുഴുവനും ഇതിൻ്റെ പഠിത്തം തന്നെയാണ്. പഠിത്തം ഒരിക്കലും തീരില്ല. അത് ശരിക്കും പണ്ടൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേൾക്കുമ്പോൾ അതൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഏതും പണ്ട് യേശുദാസ് സംഗീതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ സംഗീതമാകുന്ന സമുദ്രത്തിൻ്റെ അരികിലിരിക്കുന്ന ഒരു കുട്ടി മാത്രമാണെന്ന് പണ്ട് കേട്ടിട്ടില്ലേ? സംഗീതം അനന്തസാഗരമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം അത് വളരെ സാഹിത്യപരമായി പറഞ്ഞതാണെന്ന് തോന്നി. പക്ഷേ അതല്ല, അതൊരു സത്യമാണ്. സംഗീതം പോലെ തന്നെ ഇതും അതുപോലെ ഒരു സത്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും പഠിച്ചാലും തീരില്ലാത്ത ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ ഇറങ്ങി അങ്ങനെയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ശരി. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഓൺലൈനായിട്ടൊക്കെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ജ്യോതിഷ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പിറവിയെടുക്കുന്നുണ്ട്. അല്പം ജ്ഞാനം എന്ന് ഞാൻ പറയുന്നു. എല്ലാവരും കുറ്റപ്പെടുത്തിയില്ല, കുറച്ചൊക്കെ ശരിയാണ്. അതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അങ്ങ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം. ചോദ്യം ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെ, ഓൺലൈനിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈവിംഗ് ഓൺലൈനിൽ പഠിപ്പിക്കുന്നു, നീന്തൽ ഓൺലൈനിൽ പഠിപ്പിക്കുന്നു, മരം കയറാൻ ഓൺലൈനിൽ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞതുപോലെയാവും. ഓൺലൈനിൽ അങ്ങനെ പഠിച്ചാൽ ഇപ്പോൾ ശ്ലോകങ്ങൾ ചൊല്ലുന്നത് കേട്ട് വേണമെങ്കിൽ അത് കേട്ടിരുന്ന് പഠിക്കാം, അങ്ങനെ ചൊല്ലാം. പക്ഷേ ശരിക്കും ഒരു ഗുരുമുഖത്ത് നിന്നും കാര്യങ്ങൾ പഠിക്കുന്നതാണ് അതിൻ്റെ ശരി. എങ്കിൽ മാത്രമേ പഠനം നല്ല രീതിയിൽ പോവുകയുള്ളൂ. അല്ലാതെ പോകുന്നവരാണ് ഈ ദോഷങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. എന്താണ് ഈ ജ്യോതിഷത്തിനെക്കുറിച്ചും ജ്യോതിശാസ്ത്രത്തിനെ കുറിച്ചൊക്കെ ചിലർ വളരെ മോശമായിട്ടൊക്കെ പലപ്പോഴും പറയുന്നു. എന്താണ് പറയുന്നതിൻ്റെ കാര്യം? ഇതുപോലെയുള്ള ആൾക്കാർ ഇങ്ങനെ പഠിച്ച, അതായത് മുറിവൈദ്യൻ ആളെ കൊല്ലി എന്ന് പറയുന്നത് അതാണ്. കുറച്ച് പഠിച്ചിട്ട് അത് വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളത്, അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് ഗുരുമുഖത്തു നിന്ന് തന്നെ കിട്ടുകയുള്ളൂ. ഗുരുമുഖത്ത് നിന്ന് പഠിച്ച് ആ ഗുരുത്വത്തോടുകൂടി അവരുടെ അനുഗ്രഹത്തോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഓൺലൈൻ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പുതിയ കാലത്ത് ഇതൊക്കെ കുറേയൊക്കെ വരും. എങ്കിൽ തന്നെയും കൃത്യമായി അദ്ദേഹത്തിൻ്റെ ആ ഗുരുനാഥൻ്റെ അടുക്കൽ ഇരുന്ന് തന്നെ കുറേ പഠിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്. അതെ, ഗണിതം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പല കാര്യങ്ങൾ ചേർന്നതാണ്. മുമ്പേ പറഞ്ഞു ശ്ലോകങ്ങൾ ചൊല്ലി അത് പഠിക്കാം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഈ ജ്യോതിശാസ്ത്രം. ഇടയ്ക്കൊരു റിട്ടയർഡ് അധ്യാപകൻ പറഞ്ഞ പോലെ അറിവാകുന്ന അഗ്നി അതിൻ്റെ ചൂട് നേരിട്ട് ഏറ്റാൽ മാത്രമേ, തീർച്ചയായും ഗുരുമുഖത്തു നിന്ന് ഏറ്റാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞ പോലെ അത് ശരിയാണ്. അതേപോലെ ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ആളുകൾക്ക് ലഭിക്കുന്നത്? ജീവിതത്തിൽ ഒരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണല്ലോ അതെ ജ്യോതിഷങ്ങളെ പോലുള്ള ആൾക്കാരുടെ അടുക്കൽ വരുന്നത്. ഒരു കുഴപ്പമില്ല, വളരെ സാമ്പത്തികമായും കുടുംബപരമായും എല്ലാം തികഞ്ഞ ആളാണെങ്കിൽ ഇങ്ങനെ ഉള്ള ആൾക്കാരെ കാണേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നത്. അതെന്തൊക്കെയാവാം? വിദ്യാഭ്യാസത്തിൻ്റെ പോരാഴികകളാവാം,
കുടുംബ ജീവിതം, ഒരു വിവാഹം നടക്കാതെ വരുമ്പോഴാകാം, ഒരു ജോലി കിട്ടാതെ വരുമ്പോഴാകാം, ശത്രുദോഷങ്ങൾ ഉണ്ടാകുമ്പോഴാകാം, പിന്നെ സന്താനഭാഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അത് ഞാൻ പറയാൻ പോവുകയായിരുന്നു. സന്താനഭാഗ്യം ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. സന്താനങ്ങൾ ലഭിക്കാതെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജ്യോതിശാസ്ത്രത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്താൽ 99% ആൾക്കാർക്കും ഫലം കിട്ടും. അതായത് ഇത് ശരിക്കും എന്താണ്, സർപ്പദോഷങ്ങൾ, പിതൃദോഷങ്ങൾ, പഴയ മരണപ്പെട്ടു പോയ ആൾക്കാരിൽ നിന്ന് കിട്ടിയ ദോഷങ്ങളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പിതൃദോഷങ്ങൾക്കും സർപ്പശാപങ്ങൾക്കും ഒക്കെയുള്ള പരിഹാരങ്ങൾ കാണുകയും അതിനോടൊപ്പം ശരീരത്തിന് അതിന് പറ്റുന്നതായ അവസ്ഥകളല്ല എങ്കിൽ അതിന് വേണ്ടുന്ന ചികിത്സ കൊടുക്കുകയും മാത്രം ചെയ്താൽ മതി. അതല്ലാതെയുള്ള ചികിത്സ ഈ ചികിത്സ കൊണ്ട് പലയിടത്തും നടക്കാതെ പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവസാനം ആ ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് എന്താണ്, നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ പോയി ശരിക്കും പ്രാർത്ഥിക്കുകയോ അതിന് വേണ്ടുന്ന വഴിപാടുകൾ കഴിക്കുവാൻ പറയും ആ ഹോസ്പിറ്റലുകളിൽ തന്നെ. അത് പറയുന്നത് എന്താണ്, ശരിക്കും ഈ ഒരു കാര്യം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും സന്താനഭാഗ്യം ഇങ്ങനെയുള്ള ഇവിടെ വന്ന് ധാരാളം ആൾക്കാർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വരുന്നുണ്ട്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും ഇവിടെ പരിഹാരമുണ്ട്. എല്ലാ പ്രതിസന്ധികൾക്കും അതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, ഒരിക്കലും എൻ്റെ കഴിവല്ല. ഗുരുക്കന്മാരുടെയും ഈശ്വരന്മാരുടെയും മാതാപിതാക്കളുടെയും, എൻ്റെ പിതാവാണ് എൻ്റെ ഗുരുനാഥൻ, ആദ്യ ഗുരുനാഥൻ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ മാതാപിതാക്കളുടെയും എല്ലാം അനുഗ്രഹം കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ അത് ശരിയായി ഫലവത്തായി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അതിനെ അങ്ങനെ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കാനോ അങ്ങനെയുള്ളതിനുമുള്ള കഴിവുകളൊന്നും തന്നെ ഇല്ല. തീർച്ചയായും ഇവിടെ വന്നാൽ അങ്ങനെ ഫലം കണ്ടു വരുന്നത് ഈ ഒരു അനുഗ്രഹം കൊണ്ട്. ഒരുപാട് പേർക്ക് ഫലസിദ്ധി ലഭിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ താങ്കളെ തേടിയെത്തിയത്. തീർച്ചയായും അങ്ങനെ ഉണ്ട്. അപ്പോൾ താങ്കളുടെ സേവനം ആവശ്യമുള്ളവർ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? കോൺടാക്ട് ചെയ്യാനായിട്ട് ഫോൺ നമ്പറുണ്ട്, വാട്സപ്പ് നമ്പറുണ്ട്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അല്ല എങ്കിൽ ഫോണിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സമയം പറയും. സമയം സാധാരണ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു 12 വരെയൊക്കെയാണ് നോക്കുന്നത്. ഈ കബഡി വെച്ചൊക്കെ നോക്കുന്നത് വൈകുന്നേരം ഒന്നും അങ്ങനെ നോക്കുന്നത് േക്കാൾ കൂടുതൽ ഫലം എപ്പോഴും രാവിലെ ആയിരിക്കും. അതുകൊണ്ട് രാവിലെയാണ് അതിന് ഏറ്റവും ഉത്തമമായ സമയം. പിന്നെ ഉച്ച കഴിഞ്ഞൊക്കെ ചില ആൾക്കാർ ചോദിച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നോക്കാറുണ്ട്. ശരി. അതേപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. കുറേ ഷീൽഡുകളൊക്കെ ഞാനിങ്ങനെ കണ്ടു. കുറച്ചൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ കുട്ടികൾക്കാണ് അതിൻ്റെ അകത്ത് 90% അവാർഡ് കിട്ടിയത്. അവർ വേറൊരു വിഭാഗത്തിൽ നിന്ന് പഠനത്തിലും കലാ കാര്യങ്ങളിലും എല്ലാത്തിലും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. തീർച്ചയായും കുട്ടികളുടെ ഫോട്ടോ ഞാൻ കണ്ടു. അതിൽ കുട്ടികൾ നല്ല രീതിയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. പഞ്ചവാദ്യ കലാകാരന്മാർ ജ്യോതിഷ രംഗത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അവരൊക്കെ പഠനവും മറ്റു കാര്യങ്ങളുമായിട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളതിലേക്കൊന്നും തിരിഞ്ഞിട്ടില്ല. അവർ പഠനവുമായി മുന്നോട്ട് പോകുന്നു. എനിക്ക് 3 മക്കളാണ്. ശരി. മക്കളിൽ മൂത്തയാൾ LLBക്ക് പഠിക്കുകയാണ്, കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുക. രണ്ടാമത്തെ ആൾ തൃശ്ശൂർ JMC കോളേജിൽ BSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുന്നു. മൂന്നാമത്തെ ആൾ ചെറുതാണ്, അവൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അയാൾ സൈഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട്. പരിചയപ്പെടുത്താം. അങ്ങനെ വൈഫിനെ പരിചയപ്പെടുത്തി. വൈഫ് ഭാര്യ എന്നോടൊപ്പം ഏത് കാര്യത്തിനും എപ്പോഴും കൂടെയുള്ള ഒരാളാണ്. അതാണ് എൻ്റെ ജീവിത വിജയത്തിൻ്റെ ഒരു ഭാഗം. അതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ശരിക്കും. അങ്ങനെ അതാണ് കുടുംബത്തിൽ ഏറ്റവും വേണ്ടത് എന്നുള്ളത്. അത് ഈ കൂട്ടത്തിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും ഏത് കാര്യത്തിനും ഞാൻ ഒന്നാമത്തെ കാര്യം എവിടെ പോകുന്നെങ്കിലും കൂടെ വിളിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ അതെൻ്റെ ഒരു ശീലം അതാണ്. വണ്ടി ഓടിക്കുന്നെങ്കിലും എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരാളോട് വർത്തമാനം പറഞ്ഞിരുന്ന കുറേ അപ്പം വിളിച്ചാൽ ഉടനെ കൂടെ പോരും. ഏത് കാര്യത്തിനും എപ്പോഴും കൂട്ടത്തിലുണ്ട്. ഏത് കാര്യത്തിനും എപ്പോഴും കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, എവിടെയും മുന്നിൽ നിന്ന് അതിന് സഹായിക്കുവാനുമുണ്ട്. അതാണ് ഒരു ജ്യോതിഷി സത്യദർശി ആയിരിക്കണം എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായും. അത് താങ്കളിൽ ഞാൻ കണ്ടു. നമസ്കാരം. എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചെറുതായൊന്ന് സൂചിപ്പിക്കാം. ഇതെൻ്റെ ഭാര്യ. എനിക്ക് 3 ആൺമക്കളാണ്. ഇത് ഇളയ ആൾ
5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു കോട്ടയത്ത്. മൂത്ത 2 പേര്, ഏറ്റവും മൂത്തയാൾ വൈഷ്ണവ് എന്നാണ് പേര്, വൈഷ്ണവ് ബി നായർ. അദ്ദേഹം കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി ചങ്ങനാശ്ശേരി NSS കോളേജിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം LLB ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ആൾ കോട്ടയത്ത് +2 പഠിച്ചിറങ്ങി, നല്ല മാർക്കോട് കൂടി പാസ്സായി. ഇപ്പോൾ തൃശ്ശൂർ JMC കോളേജിൽ BSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂത്ത 2 പേരും പഠിത്തത്തിൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ പഠിച്ച് ഇറങ്ങി. ഫുൾ A+ കൂടി 10th +2 എല്ലാം പാസ്സായി. 2 പേരും കലാപരമായ കഴിവുകൾ അവർക്ക് ഉണ്ട് എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. കലാപരമായ കഴിവ് എന്ന് പറഞ്ഞാൽ 2 പേരും പഞ്ചവാദ്യ കലാകാരന്മാരാണ്. അവർ 2 പേരും കോട്ടയത്തെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയികളായിട്ടുണ്ട്. ഒരു തവണയല്ല, പോയ എല്ലാ വർഷങ്ങളിലും. 2 പേരും പഞ്ചവാദ്യത്തിലും മദള കേളി എന്ന് പറയുന്ന ഇനത്തിലും A ഗ്രേഡ് നേടിയവരാണ്. അതുപോലെ തന്നെ മൂത്തയാൾ വയലിൻ പാശ്ചാത്യം പഠിച്ച് അതിലും സ്റ്റേറ്റ് കലോത്സവത്തിൽ വിജയിയായിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലെല്ലാം പഞ്ചവാദ്യത്തിന് അവർ ഇവിടെ ഉണ്ട് എങ്കിൽ പോകാറുണ്ട്. ഉത്സവങ്ങൾക്കെല്ലാം നമ്മുടെ ഇവിടെ അടുത്തുള്ള, ഇപ്പോൾ നവരാത്രി വരികയാണല്ലോ, പനച്ചിക്കാട്ടും അവർക്ക് പോയി കൊട്ടുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. തിരുനക്കര മഹാദേവ ക്ഷേത്രം, കുമാരനല്ലൂർ, മള്ളിയൂർ, ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം, മഹാക്ഷേത്രങ്ങളിലെല്ലാം പോയി അവർ കൊട്ടിയിട്ടുണ്ട്. അത് ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പനച്ചിക്കാട് സംഗീതം പഠിപ്പിക്കുന്ന പ്രേംജി K ഭാസി ഇവരുടെ ഗുരുനാഥനാണ്. അങ്ങനെ ശാസ്ത്രീയ സംഗീതം അദ്ദേഹം പഠിപ്പിച്ചു. പനച്ചിക്കാട്ട് വർഷങ്ങൾക്ക് മുമ്പ് അരങ്ങേറ്റം കഴിഞ്ഞതാണ്. ഇതിൻ്റെ എല്ലാം മറ്റൊരു ഭാഗം കൂടി പറയാമല്ലോ. ഇതിൻ്റെ എല്ലാം തുടക്കം എൻ്റെ ഭാര്യ തന്നെയാണ്. ഭാര്യ ഇവരെ കുഞ്ഞിലേ മുതൽ ഇതെല്ലാം അഭ്യസിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിരുന്നു. കുട്ടിക്കാലത്ത് പാട്ട് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. വയലിൻ, മറ്റ് പരിപാടി, ഏത് കാര്യവും പഠിപ്പിക്കാൻ കൊണ്ടുപോയത് ഞാനല്ല, ഭാര്യ തന്നെയാണ്. അതിനു മുമ്പ് കുഞ്ഞിലെ സ്റ്റേജിൽ കയറ്റിയതും ഭാര്യ തന്നെയാണ്. ഭാര്യ പാട്ട് പഠിച്ചിട്ടുള്ളതല്ല എങ്കിൽ തന്നെയും കുട്ടികളെ അത്യാവശ്യം പാട്ടുകളൊക്കെ പഠിപ്പിച്ച് നല്ല രീതിയിൽ പാടും കേട്ടോ. പാട്ട് പാടും, പക്ഷേ സംഗീതം പഠിച്ചതല്ല. പുള്ളിക്കാരത്തിയാണ് ഈ പാട്ട് ഇവരെ പഠിപ്പിച്ച് ആദ്യകാലങ്ങളിലൊക്കെ സ്കൂളിൽ വിജയം നേടിക്കൊടുത്തത്. ഇപ്പോൾ ഇളയാളിനെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഭാര്യ പഠിപ്പിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സമ്മാനം നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹവും നമ്മുടെ പ്രേംജി സാറിൻ്റെ ശിഷ്യനാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം ചെണ്ടയും പഠിക്കുന്നുണ്ട്, സംഗീതവും പഠിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ കാര്യത്തിലും എപ്പോഴും വിജയം കൈവരിക്കുവാൻ സാധിച്ചത്. എൻ്റെ ഈ ഒരു ശിവശക്തി ജ്യോതിഷാലയം നടത്തുന്നതിൽ പോലും ഏത് കാര്യത്തിനും എപ്പോഴും എൻ്റെ കൂടെ വാമഭാഗം എന്ന് പറയില്ലേ, ആ വാമഭാഗം എന്ന് പറയുന്നത് തീർച്ചയായും അത് പറയുന്നത് പോലെ തന്നെ അങ്ങനെ തന്നെയാണ്. എപ്പോഴും എൻ്റെ കൂടെ സന്തത സഹചാരിയായി കൂടെയുണ്ട്. അതുപോലെ നമ്മൾ ജാതകം നോക്കി കൊടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചതാണ്. അത് ഇതേപോലെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണ്ട, നേരിട്ട് വന്നാൽ മതി അല്ലേ? നേരിട്ട് വന്നാൽ മതി. ഇതിനകത്ത് ജാതകം എന്ന് പറയുന്നത് ആളിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം, ജനന സമയം, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടിയാൽ ആ ആളിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങളും അതിനകത്തുണ്ട്.
അത് കൃത്യമായി കണ്ടെത്താൻ പറ്റും. ഏത് ദോഷമുണ്ട്, എന്ത് പ്രശ്നങ്ങളുണ്ട്, പഠനത്തിൽ മുന്നോട്ട് പോകുമോ, വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടുമോ, ഗവൺമെൻറ് ജോലി കിട്ടുമോ, അയാൾക്ക് നല്ല വിവാഹം കിട്ടുമോ, വേറെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ. ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് പല ദോഷങ്ങളും പറയുമല്ലോ. ഇങ്ങനെയുള്ള ദോഷങ്ങളുണ്ട്. ചൊവ്വാദോഷം എന്ന് പറയുന്നത് വലിയൊരു ദോഷമൊന്നുമല്ല. ചൊവ്വാദോഷമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ചൊവ്വാദോഷമുള്ള ഒരു പയ്യൻ വേണം, അത്ര മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഉള്ള ഒരു ഇത് തമ്മിൽ ചേരില്ല, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ അങ്ങനെയുള്ള വിവാഹത്തിനാണെങ്കിലും കുറച്ച് പൊരുത്തങ്ങളും കാര്യങ്ങളും, പാപത്വം നോക്കണം, പാപസാമ്യം നോക്കണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയാൽ അത് ചെയ്യാവുന്നതാണ്. അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇതല്ല, ഈ ജാതകം നോക്കിയിട്ടല്ലാതെ, ജാതകമില്ല, ഒരാളിൻ്റെ ജനന സമയം അറിഞ്ഞുകൂടാ, അതും ചോദിക്കാൻ വരുമായിരുന്നു. ജനന സമയം അറിഞ്ഞുകൂടാ എങ്കിൽ ആളിൻ്റെ കാര്യങ്ങൾ അറിയണമല്ലോ. അതിനും ഇവിടെ പരിഹാരമായിട്ടുള്ളത് അത് കവടിയിലൂടെയാണ്. കവടിയിലൂടെ അത് നോക്കിക്കഴിഞ്ഞാൽ ആള് പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, ആൾ വന്നിട്ട് വരുമ്പോൾ നിൽക്കുന്നത് എവിടെയാണ്, അത് ആൾ ഇരിക്കുന്നത്, ആളിൻ്റെ രൂപം, ഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതും കൂടി ചേർത്തിട്ടാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്താൻ പറ്റും. കബഡിയിലൂടെ അതിനെ കിട്ടുന്ന ആരൂഢം എന്ന് പറയും. ആ ആരൂഢം നോക്കിയിട്ട് അത് വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നോട് ഒരു വ്യക്തി ചോദിച്ചത്, ഞാൻ അത്യാവശ്യം ദാനധർമ്മമൊക്കെ ചെയ്യുന്ന ആളാണ്, ആർക്കും ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല, അപ്പം ഞാൻ ജ്യോതിഷം നോക്കേണ്ട കാര്യമുണ്ടോ, എല്ലാം ശരിയല്ലേ? അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ പറഞ്ഞു, എന്തായാലും ഞാനിന്ന് തിരുമേനി കാണുന്നുണ്ട്, അത് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. അതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്ത് ആരെയും നല്ല രീതിയിൽ ജീവിച്ചാൽ പോരെ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ആരെയും ഉപദ്രവിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുന്ന, അത് സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാനും ഈശ്വരനോട് പറയുന്ന ഒരു കാര്യമാണ്, എന്നും അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ അനുഗ്രഹം ഉണ്ടാകണേ എന്ന്. ആരെയും ഉപദ്രവിക്കാതെ, ആർക്കൊരു ദോഷം ഉണ്ടാവാതെ. പക്ഷെ അതുകൊണ്ട് ആളിൻ്റെ ജീവിതം സന്തോഷപ്രദമാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. കൊച്ചുകുട്ടി ഒരുപാട് ദുരിതം അനുഭവിച്ച് മരിക്കുന്നതൊക്കെ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലേ? രണ്ടാനച്ഛൻ്റെ പീഡനം, രണ്ടാനമ്മയുടെ പീഡനം, അന്യ ആൾക്കാരുടെ പീഡനം, ഇങ്ങനെയൊക്കെ ഉള്ള ദുരിതങ്ങൾ അനുഭവിച്ച് മരിക്കുന്ന കുട്ടികളെ കുറിച്ചൊക്കെ കിട്ടും. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത്? ശരിയാണല്ലോ. അപ്പോൾ അത് ശരിക്കും ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ ആളിൻ്റെ, പണ്ട് പറയും തലേവര നന്നായിരിക്കണം എന്ന് പറയും. അപ്പോൾ ആ ആളിന് തലയിൽ വരച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്, അവിടെ ഗ്രഹങ്ങൾ എങ്ങനെ നിൽക്കുന്നു അതനുസരിച്ച് അവരുടെ ജീവിതത്തിന് പല മാറ്റങ്ങളും ഉണ്ടാവും. ശരി. അപ്പോൾ അത് കണ്ടതിന് ശേഷം അതിന് വേണ്ടുന്നതായ ചെറുപ്പത്തിൽ അത് നോക്കിക്കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ മതി, ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് അവരുടെ ജീവിതം അതിൽ നിന്ന് വഴിതിരിഞ്ഞ് നേർവഴിയിലേക്ക് വരും. ദോഷങ്ങളിലേക്ക് പോകേണ്ടത് ഇതിലേക്ക് അല്പം മാറ്റിവിടാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെയുള്ള ദോഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ജ്യോതിഷികളെ സമീപിക്കുന്നത്. ആളുടെ തലയിൽ വരച്ച് വിട്ടിരിക്കുകയാണ്. അത് കൊച്ചുകുട്ടിയാണെങ്കിലും അവർ അനുഭവിച്ചു പോവുകയാണ്. ഒരുപാട് അറിവും കഴിവുമുള്ള ശങ്കരാചാര്യർ, അദ്ദേഹം ജീവിച്ചത് 32 വർഷമേ ഉള്ളൂ. അതെ. യേശുക്രിസ്തു 33-ാമത്തെ വയസ്സിൽ മരിച്ചു എന്ന് പറയുന്നത്. സ്വാതി തിരുനാൾ. അപ്പൊ ഇവരൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് കഴിവും ദൈവ അനുഗ്രഹത്തോടും കൂടി വന്ന ആൾക്കാരാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യേണ്ടുന്ന കാര്യം പൂർണ്ണമായിട്ട് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടായിട്ടുണ്ട് അല്ലേ? യേശുക്രിസ്തുവിനായിരുന്നാലും ശങ്കരാചാര്യരുടെ അമ്മ മരിച്ച സമയത്ത് അതിന് സഹകരിക്കാൻ പോലും അവിടെ സാധിച്ചില്ല. സംസ്കാര ചടങ്ങ് നടത്തുന്നതിന് പോലും നാട്ടുകാർ സമ്മതിക്കാൻ ഇരുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പുസ്തകങ്ങളിലൂടെ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അവരും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദുരിതങ്ങൾക്കൊക്കെ ഒരു വഴി തീർച്ചയായും ജ്യോതിശാസ്ത്രം, ഈ ജ്യോതിഷം തന്നെയാണ്. 100% ഉറപ്പായൊരു കാര്യമാണ്. ശരിക്കും ജ്യോതിഷം എന്ന് പറയുന്നത് ആനന്ദ സാഗരം തന്നെയാണ് അല്ലേ? തീർച്ചയായും. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ തിരുവനന്തപുരം പറഞ്ഞു തന്നു. പ്രത്യേക നന്ദി. അപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബഹുമാന്യനായ ബിനു കോയിക്കൽ തിരുമേനി നമുക്ക് അതിന് ശാശ്വതമായൊരു പരിഹാരം പറഞ്ഞു തരും. അതിന് ഈ കബഡിയിൽ സത്യമായി തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയും. അത്രയ്ക്ക് അറിവും പാണ്ഡിത്യവുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയത്. മറ്റൊരു മനോഹരമായ എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ ക്യാമറമാൻ റിജോയ് പർവൂറിനും എൻ്റെ മീഡിയ ടീമിനും ബഹുമാന്യനായ ബിനു കോയിക്കൽ സാറിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.